Good morning. Good morning. എന്തൊക്കെ പിള്ളേര് കുറവാണല്ലോ? മഴയായതുകൊണ്ടാണോ? എങ്ങനെയുണ്ട് മഴ? മഴയുണ്ടാ? ഇതല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇന്റർവ്യൂവിന് പോകുമ്പോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് അല്ലെ? ചെയ്യാൻ പാടുള്ള കാര്യങ്ങളെ കുറിച്ച് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനുശേഷം നമ്മൾ ഇനി പഠിക്കുന്നത് എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മള് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. Notes. While preparing for an interview, a person should be cautious about the following points. Okay. So, നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഫസ്റ്റ് നോക്കാം. Dressing casually. An interviewee should not be dressed in casual way. എന്താണ്? സാധാരണയായിട്ട് നമ്മള് സാധാരണ ധരിക്കുന്നത് പോലെ ധരിക്കാനായിട്ട് പാടില്ല. ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻഡിഡേറ്റ് ആണ് അല്ലെ? കാൻഡിഡേറ്റ് എന്ത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് സാധാരണ പോകുന്നത് പോലെ അല്ലെ? ചിലപ്പോ നമ്മള് കടയിൽ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഇപ്പോ ചിലപ്പോ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോകുന്നത് പോലെയൊന്നും അങ്ങനത്തെ ഒരു കാഷ്വൽ ആയിട്ടുള്ള വേയിൽ നമ്മള് പോകാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. സച്ച് actress reflect an unserious attitude towards a job position. The candidate must be dressed formally even if the company's uniform is casual. അതെന്താണ്? സാധാരണ നമ്മള് എന്താണ് കമ്പനീസിന്റെ യൂണിഫോം ഒരു സാധാരണമല്ലെങ്കിലും ഓരോ എന്താണ് കാൻഡിഡേറ്റിന് ഫോർമൽ ആയിട്ട് വേണം ഡ്രസ്സ് ധരിക്കാനായിട്ട്. നമ്മളിപ്പോ പോകുമ്പോ പറയാറുണ്ടല്ല, ഇവിടെ ഇന്റർവ്യൂവിന് പോകണം. അപ്പോ പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട് എന്താണ്, ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം നമ്മൾ പോവാനായിട്ട് അല്ലെ? ആൺകുട്ടികൾക്കാണെങ്കിൽ എന്ത് വേണം? ഷോർട്ട് പാന്റ് അതിന് ചെയ്യണം, അതുപോലെ ടൈ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം അല്ലെ? കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്ക് വേണം എന്ന് പറയാറുണ്ട് അല്ലെ? ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ് നമ്മള് ഇന്റർവ്യൂസിലൊക്കെ പോകുന്നത് അല്ലെ? എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച്, അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഡ്രസ്സ് ധരിക്കാറുള്ളത് പോലെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം നമ്മൾ പോവാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്, ഡ്രസ്സിംഗ് കാഷ്വലി. ഇനി എന്താണ്? വയലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്. Everyone has a personal space. നമുക്കായാലും അതുപോലെ തന്നെ ഇന്റർവ്യൂവറിനായാലും ഇന്റർവ്യൂവിക്കായാലും സാധാരണ ഒരു പേഴ്സൺ ആയാലും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ട് അല്ലെ? അതിൻ്റെതായിട്ടുള്ള സ്പേസ് അവർ entry എന്ന് പറഞ്ഞാല് entry the personal space of the interviewer can make him uncomfortable. Therefore, the interviewee must not try to hinder the personal space of the interviewer by any means. എന്താണ്? വയലേറ്റ്, തടസ്സപ്പെടുത്തുക അല്ലെ? നമ്മള് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസുകൾ നമ്മൾ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. ഇന്റർവ്യൂവർക്കായാലും ഇന്റർവ്യൂവിക്കായാലും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസുകളുണ്ട്. ഇന്റർവ്യൂവർക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള സ്പേസുകളുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ട് ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീല് ഉണ്ടാവാനായിട്ട് പാടില്ല. അവന് അവന്റേതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്, അവന്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഫീലിംഗ്, അവർക്ക് ഫീലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ നടത്താനായിട്ട് അല്ലെ? എന്നാൽ മാത്രമേ അത് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ച് അതുപോലെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മള് സ്മൂത്ത് ആയിട്ട്
ഇന്റർവ്യൂ പോകണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇന്റർവ്യൂകൾക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്പേസുകൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗും അവിടെ കൊടുക്കണം. ഇനി എന്താണ് മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. Mistreating the support employees or lower level staff members reflect inhuman and disrespectful nature. The candidate should not mistreat any person and must pay respect to everybody in the office. അപ്പോൾ mistreating എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടല്ലേ. Mistreating means നമ്മള് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ഉണ്ടാവുമല്ലേ. നമ്മള് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടുത്തെ മാനേജറെ മാത്രമാണ് നമ്മൾ കാണാം. നമ്മള് റിസപ്ഷനിസ്റ്റിനെ കാണണം, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനെ കാണണം, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനെയും നമ്മൾ കണ്ടുമുട്ടാം അല്ലെ, കാണാം. ഓക്കെ, അപ്പൊ അവരോടൊക്കെ നമ്മൾ എന്താണ് ലോവർ ലെവലിലാണ് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മോശമായിട്ട് പെരുമാറാനായിട്ട് പാടില്ല. കാരണം എന്താണ്, നമ്മള് ഒരു കമ്പനിയിൽ വന്നിരിക്കുന്നു, അവിടെ നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മളെ ജോയിൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടി പ്രവർത്തിക്കേണ്ടവരാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോ എംപ്ലോയീസിനോടും അവരെ ഈക്വൽ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കും. തിരിച്ചു കാണാനായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടോ പാടില്ല. ഓക്കെ, അപ്പൊ ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മള് എന്താണ് മോശമായിട്ട് അവരോട് നമ്മൾ മോശമായിട്ട് പെരുമാറാനായിട്ട് പാടില്ല. എല്ലാവരോടും റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം. Standing out for the wrong reasons. The candidate should appear as a speaker in the normal manner. He or she should not stand out due to illogical or wrong reasons. Wearing heavy makeup, jewelry, neon colors, clothes, hat, smelling perfumes, etc. can give reasons to its managers for not selecting the candidate. അപ്പോൾ ചില ആൾക്കാർ ഇപ്പൊ വരുമ്പോ കാണാല്ലേ, എന്താണ് ഹെവി ആയിട്ടുള്ള മേക്കപ്പുകള്, ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ ഇട്ടിട്ട് നമ്മള് കല്യാണത്തിനൊന്നും പോകണല്ലേ അല്ലെ. കല്യാണത്തിന് പോകുമ്പോഴാണ് അങ്ങനത്തെ മേക്കപ്പുകളും ജ്വല്ലറീസും അതിലുള്ള പെർഫ്യൂംസ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ പോകുന്നത് ഇല്ലേ. നമ്മുടെ കല്യാണത്തിനൊന്നും പോണില്ല, പക്ഷെ എന്നാലും എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള ജ്വല്ലറീസ് ആയാലും അതുപോലെ നല്ല ഇപ്പൊ ചിലർ പറയാറുണ്ട് ഒരു കാഷ്വൽ, നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കാഷ്വൽ ഡ്രസ്സിങ് വേണം ധരിക്കാനായിട്ട്, കാഷ്വൽ വേയിലുള്ള ഡ്രസ്സിങ് വേണം ധരിക്കാനായിട്ട്. ചിലവര് കാണാം തിളങ്ങുന്ന അതുപോലെ തന്നെ പട്ടുള്ള സാരികളൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇന്റർവ്യൂവിന് വരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് ഒരു നമുക്ക് എന്താണ് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ജ്വല്ലറീസ് ഒക്കെ ധരിക്കാം, എന്നിരുന്നാലും എന്താണ് അത് ഓവർ ആവാനായിട്ട് പാടില്ല. ചിലത് മേക്കപ്പ് ആയാലും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാറുണ്ടോ, ബസ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ലെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരെ കണ്ടാൽ അറിയാലേ മേക്കപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ അവർ വേറെ ചെയ്തിരിക്കുന്ന ജ്വല്ലറീസ് ഒക്കെ ഇത്തിരി ഓവറാണ് അല്ലെ, കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ജ്വല്ലറീസ് ആയാലും പെർഫ്യൂംസ് ഒക്കെ നമുക്ക് ഇടാം, പക്ഷെ എന്നാലും അത് ഓവർ ആവാനായിട്ട് പാടില്ല. ഓക്കെ, ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി എന്താണ് ഗെറ്റിംഗ് പേഴ്സൺ. Upon asking questions, the candidate must answer in general manner without getting too personal about it. So he or she should not share a large amount of personal information without the interviewer. അപ്പോ ഇവിടെ പറയുന്നത് നമ്മളിപ്പോ എന്താണ് ഇന്റർവ്യൂവിലൂടെ ചെയ്യുന്നത് എങ്ങനെയാണ്, കാൻഡിഡേറ്റ്സിനോട് ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതനുസരിച്ചിട്ട് അവർ ഉത്തരം പറയും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാൻഡിഡേറ്റിന് എന്തെങ്കിലുമായിട്ടുള്ള സംശയങ്ങൾ, ഇപ്പൊ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നേരെ ഇന്റർവ്യൂവറോട് ചോദിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് നമ്മള് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മള് ഒരു എന്താണ് എല്ലാം വെട്ടി തുറന്ന് അങ്ങനെ പറയാനായിട്ട് പാടില്ല. ഓക്കെ, സത്യത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവനോട് പറയാനായിട്ട് പാടില്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇന്ന വർക്കാണ് അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടീസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ.
കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ എല്ലാ കാര്യങ്ങളും കിട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് അവനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവന് ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ ഇപ്പൊ ടാർഗറ്റിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്ര ദിവസം ഇത്ര ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്നൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാൻഡിഡേറ്റ് എന്ത് ചെയ്യും ഈ ജോബ് റിജക്ട് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ പറയാം, ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഉത്തരങ്ങൾ പറയാം, പക്ഷെ ഇത്തിരി നമ്മളെ കരുതലോട് കൂടിയിട്ട് വേണം ആൻസർ കൊടുക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് തുറന്ന് പറയാനായിട്ട് പാടില്ല. പിന്നെന്താണ് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇത്രവരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, എന്നിട്ട് പറയാം. വായിച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ. ക്ലിയറായോ? ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കാം. 6th പോയിന്റ് ആണ് കേട്ടോ. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക വല്ലായ്മ ആണ് പറയുന്നത്. നോക്കാം. ഫിഡ്ജറ്റിംഗ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സ്നാച്ച് the chance of being selected. Nervousness, worries, anxieties, etc. are the common in any interview. Fidgeting can create more problems. It is found that 26% of interviewers do not select candidates fidget. പറയുന്നത് ഈ നമുക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരാള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ചില ആളുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പേടികള്, അതുപോലെ വറി, ആൻസൈറ്റി, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലവരിൽ കാണാൻ പറ്റൂല. എല്ലാവർക്കും ഉണ്ടാകും. എന്നിരുന്നാലും ഒരു 24% ഓഫ് കാൻഡിഡേറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളും സംഭവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഒരു 30% പേര് 26% ഇങ്ങനെയുള്ള വറീസ്, ആൻസൈറ്റി, പേടികള്, നെർവസ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ലേ? നിങ്ങളുടെ കയ്യിലും സംഭവിക്കാറുണ്ടല്ലേ? നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും അല്ലെ? എന്തൊക്കെയായിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്തൊക്കെ നമ്മളിപ്പോ ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടിക്കൽ എന്തൊക്കെയായിരിക്കും ചെയ്യിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള എത്ര പേരുണ്ടാവും. അതുപോലെ റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിൽ റിട്ടേൺ ടെസ്റ്റിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ ആലോചിക്കാറുണ്ട്, പേടിക്കാറുണ്ട്, ഭയങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഒരു ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോൾ ഒരു 26% ഓഫ് ആളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ അയാൾ പേടിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്ന അല്ലെ ഇന്റർവ്യൂവറെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അയാളെ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം അല്ലെ? നമ്മളിപ്പോ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോ നമുക്ക് ഉത്തരം കിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വിക്കൽ സംഭവിക്കാം അല്ലെ? തുടർന്നുള്ള പോയിന്റ്സിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞതാണ് ഇങ്ങനെ വിക്കൽ സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നു പോവാം.
ഇല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ് ഇന്റർവ്യൂ നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കും അല്ലെ? ഇല്ലേ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഈ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് അവര് ഇഷ്ടപ്പെടില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ആളുകൾ പറയാറുണ്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾക്ക് ഉത്തരം വന്നില്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസോട് കൂടി ചിരിച്ച് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം നമ്മളോട് ഉത്തരങ്ങൾ പറയാനായിട്ട്. അപ്പൊ അവർക്ക് എന്താണ് കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. അതൊക്കെയാണ് ഓരോ ഇന്റർവ്യൂവേഴ്സും നോക്കുന്നത്. അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലെ പേടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറക്കാൻ ചോദിക്കുമ്പോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ? അങ്ങനെയുള്ള പേഴ്സണെ നമ്മൾ കമ്പനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് സിറ്റുവേഷൻ വന്നാലും തരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പേഴ്സൺസിനെ എടുക്കാനായിട്ട് അവര് ഇഷ്ടപ്പെടില്ല. ഇനി നെക്സ്റ്റ് ആണ് ലൈങ്. ലൈങ് എന്താണ്? നുണ പറയുന്നത്. നോക്കാം. The candidate must never lie in an interview. Many people think that giving false information about the job study or educational background is an excellent way to impress the HR managers. However, such false information can get the candidates into big problems as the HR managers have all the required information with them, which they can verify at any point of time, even if the candidate is chosen based on such lies. It can destroy the reputation and the job opportunity of the candidate in the future. നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഇന്റർവ്യൂ സമയത്ത് അല്ലെ, ചിലപ്പോൾ നമ്മൾ റെസ്യൂമ എഴുതുമ്പോഴും അതുപോലെ തന്നെ ഇന്റർവ്യൂ സമയത്തും ചില ആളുകൾ നുണ പറയാറുണ്ട് അല്ലെ? ചില കാൻഡിഡേറ്റ്സുകൾ നുണ പറയാറുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ചും ചിലപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ നുണ പറയാറുണ്ട്. അങ്ങനത്തെ ആളുകൾ നമ്മുടെ കമ്പനിയിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആവോ ഇല്ലയോ? നുണ പറയുന്ന ആളുകളെ നമ്മുടെ കമ്പനിയിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും അവർ കള്ളം പറയാനായിട്ട് തുടങ്ങും അല്ലെ? ചിലപ്പോ ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് തന്നെ നഷ്ടം അല്ലെ, പൊതുവെ നഷ്ടം വരാനായിട്ട് ചാൻസസുകൾ ഉണ്ട് ആളുകളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് പറയുന്നത്? നുണ പറയുന്ന ആളുകളെ ഇങ്ങനെയുള്ള നമ്മൾ ഇന്റർവ്യൂസിൽ സെലക്ട് ചെയ്യാതെ ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ അങ്ങനെ അടുത്ത ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിഗ് പ്രോബ്ലം ആയിട്ട് ഫ്യൂച്ചറിൽ മാറാൻ ചാൻസ്. ഇനി എന്താണ്? ബാഡ് മൗത്തിങ് ഫോർ എ ഫോർമർ എംപ്ലോയർ. ഓക്കെ, എന്താണ്? മുൻ തൊഴിലുടമയെ കുറിച്ചിട്ട് ഇവിടെ ബാഡ് മൗത്തിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മുൻ തൊഴിലുടമയെ കുറിച്ചിട്ട് എന്താണ് തെറ്റായ അല്ലെങ്കിൽ എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. The interviewee should not say negative things or share grievances related to grievances എന്ന് പറഞ്ഞാൽ പരാതികൾ related to his or her previous employers. It creates a negative impression in front of interviewers. Instead, the candidate should relay in the calm and the positive manner if asked about the past employers. ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു, എന്നിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോ നമ്മൾ പൊതുവെ എന്തല്ലേ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കും എന്തായിരുന്നു ആ കമ്പനിയിൽ നമ്മുടെ റെസ്യൂമൊക്കെ നോക്കിയിട്ട് അപ്പൊ എന്താണ് അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ജോലി ചെയ്യുന്നത് വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ അവരോട് ചോദിക്കും അല്ലെ, എന്തുകൊണ്ടാണ് നിങ്ങൾ റിസൈൻ ചെയ്ത് വന്നത്, എന്തായിരിക്കാം. അപ്പൊ ചിലപ്പോ എന്താണ് നമ്മളെല്ലാം ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ചിലപ്പോൾ നമ്മളെ പുറത്താക്കാം അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ സാലറി പ്രോബ്ലംസോ പ്രമോഷന്റെ കാര്യങ്ങളോ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റിലോ നമ്മൾ തന്നെ റിസൈൻ ചെയ്ത് വരാം. അങ്ങനെ പല കാരണങ്ങളാണ് അല്ലെ? അപ്പൊ എന്താണ് ഫോർമർ എംപ്ലോയിയെ കുറിച്ച് നമ്മള് മുൻകാല തൊഴിലുടമയെ കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മള് എന്താണ് ഇങ്ങനെ മോശമായിട്ടുള്ള അയാൾ അങ്ങനെയായിരുന്നു ഇയാൾ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ്, ചിലപ്പോ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോ നമ്മളുടെ തെറ്റുകൾ കാരണം ചിലപ്പോ അവിടെ നിന്ന് പുറത്താക്കിയതാണ്, അങ്ങനെയും സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്താണ് ഫോർമർ എംപ്ലോയറിനെ കുറിച്ചിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മള് ഈ ഇന്റർവ്യൂവിൽ നമ്മൾ പങ്കിടുമ്പോ
അവർക്ക് എന്താണ് അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ ഒരു ചിത്രം നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ആഡ് ഫില്ലർ ഫേസസ്. ഫേസസ്. Most of the candidate use filler phrases like or while they think of the answer. This should simply be avoided as it creates a impression that the candidate does not answer or is tried to make out one. അപ്പൊ എന്താണ് ഈ ഫില്ലർ ഫ്രേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പദസമുച്ചയങ്ങൾ പദസമുച്ചയങ്ങൾ ചേർക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മിക്ക ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ മിക്ക കാൻഡിഡേറ്റുകളും ഉത്തരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവര് ഇപ്പൊ നമ്മള് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ സമയത്ത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ, ആൻസറിൽ കൂടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ അല്ലെ, കൊടുക്കാറുണ്ടോ? നിങ്ങൾ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും ആൻസർ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂ സമയത്ത് ഇന്റർവ്യൂകൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കാറുണ്ട്. അതിനെയാണ് ഫില്ലർ ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒഴിവാക്കണം. ഇന്റർവ്യൂ സമയത്ത് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഇത് സ്ഥാനാർത്ഥികൾക്ക് ഉത്തരം അറിയില്ലാന്നോ അല്ലെങ്കിൽ എന്താണ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണോ? അപ്പൊ നമ്മള് ഉത്തരങ്ങൾ നമ്മൾക്ക് അറിയില്ല ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. അപ്പൊ നമ്മള് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോ അവര് വിചാരിക്കും എന്താണ് ഇത് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു ഇതാണ് ഒരു മീൻസ് കൊണ്ട് അവർക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ നമ്മളിങ്ങനെ പറയുമ്പോൾ. അപ്പൊ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഉത്തരം അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ അവരുടെ വായിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരങ്ങൾ അറിയില്ല എന്ന് അത് ധരിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്താണ് ഫില്ലർ ഫ്രേസസ് ചേർക്കുന്നത് ഒഴിവാക്കണം. ഇനി എന്താണ് leaving the phone on. Phone ringing the interview or receiving a call during an interview is the worst case scenario for an interviewee. It is the last thing that the HR manager wants to see in candidates. The candidate should never leave their phone in the ringing or vibrating for interview. നമുക്കറിയാം അല്ലെ, നമ്മളെ ഫോൺ എവിടെ പോയാലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. ഫോണില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. എവിടെ പോയാലും നമുക്ക് ഫോൺ വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഫോൺ കൊണ്ടുപോകും. ഇന്റർവ്യൂ സമയത്ത് നമ്മൾ കൊണ്ടുപോയി ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ തിരക്കിലും അല്ലെങ്കിൽ ടെൻഷനിലൊക്കെ നമ്മള് ഫോൺ സൈലന്റ് ആക്കാൻ മറന്നുപോയി. ഓക്കെ, ഇനി ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോൺ ബെല്ലടിക്കും അല്ലെ, സൈലന്റ് അല്ല. അപ്പൊ എന്താണ് ഇങ്ങനെ വൈബ്രേറ്റ് ആവാൻ അല്ലെങ്കിൽ റിങ് ചെയ്യാനായിട്ട് ഇടവരും. അതൊക്കെ എന്താണ് ഡിസ്റ്റർബൻസ് ആണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പോൾ ചില മാനേജേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള ഫോൺ ബെല്ലടി കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ആ ഇന്റർവ്യൂല് അത് ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കാൻ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കുക. എവിടെയെങ്കിലും പോയാലോ ഏതെങ്കിലും മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴോ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുമ്പോഴോ ഫോൺ സൈലന്റ് ആക്കി വെക്കുക ഇല്ലേ. ഇപ്പൊ ചില എന്താണ് നമ്മളിപ്പോ ശാന്തമായിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ഫോൺ റിങ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഇല്ലേ, ചിലപ്പോ അല്ലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ
കേൾക്കാറുണ്ടാവും അല്ലെ, ചില ആൾക്കാരുടെ ഫോണൊക്കെ അതൊക്കെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, കാരണം ആർക്കും ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇന്റർവ്യൂ സമയത്ത് ഈ HR മാനേജേഴ്സിനും ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഫോൺ ബെല്ലടിക്കുന്നതോ അല്ലെങ്കിൽ റിംഗ് ചെയ്യുന്നതൊക്കെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ എടുക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ട് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ 5 കാര്യങ്ങൾ. അയച്ചു കഴിഞ്ഞാൽ തമ്പിടാട്ടോ. നെക്സ്റ്റ് പോർഷനിലോട്ട് പോകും. Next ആണ് മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. എംപ്ലോയർക്കുണ്ട്, എംപ്ലോയീസിനുണ്ട്. അവരുടെ മെറിറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Interview is advantages for both the employer and the job seekers in the following ways. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ? ചുമയാണ്, അത് പറയാനായിട്ട് ഇതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? സൗണ്ട് കേൾക്കായികൊന്നും ഇല്ലല്ലോ. ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേൾക്കുന്നില്ലേ ക്ലിയർ ആയിട്ട്? ഓക്കെ. എംപ്ലോയറിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ പോവാം. നോക്കാം. 4 കാര്യങ്ങളാണ് എംപ്ലോയേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട്, ഗുണങ്ങളായിട്ട് പറയുന്നത്. ഇന്റർവ്യൂ നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ. Advantages of interview for employers are as follows. First one, provides information about job seeking candidates. എന്താണ് ഈ ജോലി അന്വേഷിക്കുന്ന ആ കാൻഡിഡേറ്റിന് പൂർണ്ണമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇന്റർവ്യൂ നടത്തുമ്പോൾ അല്ലെ, കാൻഡിഡേറ്റിനെ പൂർണ്ണമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് ഇന്റർവ്യൂസിലൂടെ ചെയ്യുന്നത്. അവരുടെ റെസ്യൂമിനെ ആയാലും അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അവളെ ചോദിച്ച് മനസ്സിലാക്കി അല്ലെ, അങ്ങനെയാണ് ഇന്റർവ്യൂ പ്രോസസ് പോകുന്നത്. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂയിലൂടെ നടത്തുന്നത് അല്ലെ. നോക്കാം. ഇന്റർവ്യൂ ഹെൽപ്സ് ആൻ എംപ്ലോയർ ഇൻ gathering complete information about the candidate looking for the job. അല്ലെ, ഇതാണ് ഈ നമ്മള് കാൻഡിഡേറ്റിന് ജോബ് സീക്കറിനല്ല, ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ, അതായത് കാൻഡിഡേറ്റിന്റെ എല്ലാ ഇൻഫർമേഷനും
ഈ ഇന്റർവ്യൂസിലൂടെ ഈ എംപ്ലോയർക്ക് കിട്ടുന്നുണ്ട്. And in an interview obtain information about an individual pertaining to his culture and education background, work experience, individual coaching, communication skill, personality types, interest, social ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് ആ സ്ഥാപനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, അങ്ങനെ എന്തൊക്കെ നമ്മൾ മറ്റേ ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട ടൈപ്സുകൾ നമ്മൾ പഠിച്ചില്ലേ അല്ലെ? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്, പേഴ്സണാലിറ്റി ടൈപ്സുകൾ, അതുപോലെ തന്നെ സോഷ്യൽ ബിഹേവിയർ, സോഷ്യലായിട്ട് ഇടപഴകാനായിട്ടുള്ള സ്കില്ലുകളുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇന്റർവ്യൂയിലൂടെ എംപ്ലോയർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹെൽപ്പ് ടു സെലക്ട് എ റൈറ്റ് കാൻഡിഡേറ്റ്. An interview facilitate face-to-face conversation of the interviewer with the candidate. Thus, an interviewer can make an accurate decision about the selection or rejection of the candidate. The personal interview is the best option to be used by interviewers while selecting the right person for the right job. എന്താ പറയുന്നത്, നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് ടു ഫേസ് അല്ലെ ഇന്റർവ്യൂ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട്, നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ല്, ഇൻട്രസ്റ്റ് എന്താണ്, പേഴ്സണാലിറ്റി, ബിഹേവിയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇന്റർവ്യൂ നടക്കുമ്പോൾ ആ പേഴ്സണെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഏത് പൊസിഷനിലേക്കാണോ വാക്കൻസി വന്നിരിക്കുന്നത് ആ വാക്കൻസിയിലോട്ട് അവൻ ഒതുക്കുന്ന ആളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇന്റർവ്യൂവിലൂടെ സാധിക്കുന്നു. അതാണ് പറയുന്നത് റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബ് അല്ലെ, ആ റൈറ്റ് ജോബിലേക്ക് റൈറ്റ് പേഴ്സൺ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. Improve goodwill of employers. An interview act as a public relation tool. എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, പബ്ലിക് റിലേഷൻ ടൂൾ ആണ്. ആൻഡ് ഇന്റർവ്യൂ മസ്റ്റ് ബി അഡ്മിനിസ്ട്രേറ്റഡ് പ്രോപ്പർലി in a congenial environment. Congenial എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് നമുക്കറിയാം, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ്. ഒരു കംഫർട്ടബിൾ ഫീൽ കൊടുക്കണം അല്ലെ കാൻഡിഡേറ്റിനായാലും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം. അപ്പൊ എന്താണ് രണ്ടുപേർക്കും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് ലഭിക്കുന്നത്. തന്നെ എന്താണ് സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള എൻവയോൺമെന്റ്. നമുക്കറിയാം നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കാൻഡിഡേറ്റിന് ചിലപ്പോൾ ഉത്തരം അറിയില്ല, അല്ലെങ്കിൽ നല്ല റിജക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ കൂടിയും അവരെ നല്ല രീതിയിൽ നമ്മള് അവരോട് പെരുമാറണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് ഒരു സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The candidates are for an interview should be dealt with the dignity and respect. There should be an effort towards making the candidate feel happy about the employer, irrespective of being selected or rejected. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സെലക്ടഡ് ആയാലും റിജക്റ്റഡ് ആയാലും നമ്മൾ ഈ എംപ്ലോയർ എന്ത് ചെയ്യണം, അവന് കാൻഡിഡേറ്റിന് എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഫീൽ അല്ലെ, ഹാപ്പി ആയിട്ട് നമ്മൾ അവനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടൊരു ഫീലിംഗ് നമ്മൾ കൊടുത്തിരിക്കണം. ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു ഫീലിംഗ് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇന്റർവ്യൂവിലൂടെ. enhance the employer image. അതുകൊണ്ട് തന്നെ എന്താണ്, അപ്പൊ നമുക്ക് ആ കാൻഡിഡേറ്റിന് മനസ്സിലാവും നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ ജോബ് നമുക്ക് കിട്ടാൻ പോണില്ല എന്നാലും. പക്ഷെ ആ കാൻഡിഡേറ്റിന്റെ ഉള്ളിൽ എന്താണ് എംപ്ലോയറെ കുറിച്ചുള്ള ഒരു ഇമേജ് നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് സാധിക്കും.
അല്ലെ? ഞാൻ പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിലും എംപ്ലോയർ എന്താണ് അതൊക്കെ നല്ല രീതിയിൽ കേൾക്കാനായിട്ട് തയ്യാറായി, ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് തയ്യാറായി എന്നുള്ളൊരു നിലപാടെടുക്കാനായിട്ട് എംപ്ലോയിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയറുടെ ഇമേജ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. Plus the good interview section or visa adds to goodwill of the employee. ഇത് തന്നെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് എംപ്ലോയീസിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല എന്താണ് ഗുഡ്വിൽ സ്ഥലപ്പേര് കൂടാനായിട്ട് ആരുടെ എംപ്ലോയറുടെ സ്ഥലപ്പേര് കൂടാനായിട്ട് ഇടപെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, ലാസ്റ്റ് പോയിന്റ് ഹെൽപ്പ് ഇൻ promotions and transfers. An interview help an employer in assessing his staff for the purpose of promotion and transfer, etc. ഇങ്ങനെ നല്ല രീതിയിലുള്ളൊരു ഇന്റർവ്യൂ നടത്തുന്നത് തന്നെ എന്താണ് കാൻഡിഡേറ്റ്സിനെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രമോഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ നല്ല രീതിയിൽ എംപ്ലോയി ആണോ ഇവിടെ കിട്ടാൻ പോകുന്നത്, അവരെ എങ്ങനെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അപ്പൊ അങ്ങനെയുള്ള പ്രമോഷൻ ട്രാൻസ്ഫർ ഒക്കെ കാൻഡിഡേറ്റിനെ ഇത് വിലയിരുത്താനായിട്ട് അല്ലെ, പ്രമോഷൻ കിട്ടും അല്ലെ വർക്കിലൂടെ നമുക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്കില്ലുള്ള എംപ്ലോയി നോളജുള്ള എംപ്ലോയി. അതുകൊണ്ട് തന്നെ അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോഷനായിട്ട് അല്ലെ നല്ല രീതിയിൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ആണെങ്കിൽ നമുക്ക് പ്രമോഷൻ കിട്ടും, ട്രാൻസ്ഫർ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രമോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയറിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞോ?
Okay. Next ആണ് job seekers. Candidate advantages ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. Advantages of an interview for job seekers are as follows. First one നോക്കാം, provide employment opportunity. An interview help the job seekers by providing an opportunity for employment. അവർക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, എംപ്ലോയ്മെന്റിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ വഴി ലഭിക്കുന്നത് കാൻഡിഡേറ്റ്സ്. It aids a candidate in presenting and conveying his vision, beliefs and thoughts to the employer. അപ്പൊ എന്താണ് ഇന്റർവ്യൂയിലൂടെ അവരുടെ വിഷൻസ്, എംപ്ലോയീസിന്റെ വിഷൻസ്, ബിലീഫ്സ്, അതുപോലെ തോട്ട്, മനോഭാവങ്ങൾ, വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ വിഷനെ കുറിച്ച് അറിയാൻ പറ്റും, അവർക്ക് ഇൻട്രസ്റ്റ് എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്റർവ്യൂയിലൂടെ അവർക്ക് ഈ ജോബ് സീക്കേഴ്സിന്റെ കാര്യങ്ങൾ, വിഷൻ എന്താണ്, വിഷയം എന്താണ്, അതുപോലെ തന്നെ ബിലീഫ്സിനെ കുറിച്ച്, തോട്ട്സിനെ കുറിച്ചൊക്കെ എംപ്ലോയർക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. It help candidate to accept or reject the job. An interview help the candidate by providing information pertaining to the job and the employer. A candidate is thus aware of a compensation and allowances, working conditions, job security, chances of promotions and transfers and other employment benefits. An interview provides an opportunity to the candidate to clear all his or her doubts about the job. This also help him in taking the sensible decision for his career regarding accepting or rejecting job offered. നമുക്ക് എന്താണ് കാൻഡിഡേറ്റിനെ റിജക്ട് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെ. ഈ ജോബ് പൊസിഷനിലേക്ക് പല രീതിയിൽ നമുക്ക് ആൻസറുകൾ കാണുമ്പോൾ പല രീതിയിലുള്ള എംപ്ലോയീസ് ഉണ്ട്. അതിൽ നിന്ന് ഒരാളെ ചിലപ്പോൾ 5 വേക്കൻസി ഉണ്ടെങ്കിൽ 5 നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യും. അപ്പം ഇന്റർവ്യൂ നടത്തുമ്പോൾ കാൻഡിഡേറ്റ്സിന് എന്തറിയാൻ പറ്റുന്നുണ്ട്, എന്താണ് അവിടെ സാലറിയുടെ കാര്യങ്ങള്, പ്രമോഷന്റെ കാര്യങ്ങള്, നമ്മുടെ ഡ്യൂട്ടീസ്, വർക്കിംഗ് കണ്ടീഷൻസ്, ജോബ് സെക്യൂരിറ്റി, അലവൻസസ്, കോമ്പൻസേഷൻ, ട്രാൻസ്ഫർ, പ്രമോഷൻ, നമ്മൾ പറഞ്ഞില്ലേ എംപ്ലോയി ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂസിലൂടെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ടാർജറ്റ് ഒക്കെ ഉള്ള കമ്പനീസ് ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് അവര് ഇവരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല ടാർജറ്റ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോ ഇവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട്, ഇവരുടെ കാര്യത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. എന്താണ് ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ ഈ ജോബ് റിജക്ട് ചെയ്യണോ ഞാൻ എന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഇന്റർവ്യൂസിലൂടെ സാധ്യമാണ്. ഇനി എന്താണ് help the job seekers to increase the contact. An interview gives an opportunity to the candidate to build the contacts with the interviewer and the other candidate as well. So in case a candidate is rejected in his very first of job money, then these contacts perhaps can help in succeeding further. പറയുന്നത് പല എംപ്ലോയീസിനെയും നമുക്ക് ഇന്റർവ്യൂസിന് പോകുന്നതിൽ പല കോണ്ടാക്റ്റുകൾ കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ എന്താണ് ഒരു ജോലി നോക്കിയിട്ട് അത് പറ്റില്ല, ഇന്റർവ്യൂവിൽ നമ്മൾ വിളിച്ചില്ല അല്ലെങ്കിൽ സെലക്ട് ആക്കില്ല, ഇങ്ങനെയുള്ള നമ്മൾ ഈ ജോബ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ പല പല ഇന്റർവ്യൂസിന് നമ്മൾ പോകാറുണ്ട് അല്ലെ. നമ്മുടെ ഭാഗ്യം വേണമല്ലോ, നമുക്ക് തലവര വേണമെന്ന് പറയാറുണ്ടല്ലേ ജോബ് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്റർവ്യൂവിൽ നമ്മള് എന്താണ് റിജക്ട് ആക്കി എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാൻ പല ഇത് പോയി കഴിഞ്ഞാൽ വേറെ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മള് മൈൻഡ് സെറ്റ് ആക്കി നമ്മൾ പോവാറുണ്ട് അല്ലെ.
വേറെ വേറെ ഇന്റർവ്യൂസിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പല കോണ്ടാക്ട്സുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ടൈമില് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള നമുക്ക് എന്താണ് നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മൾ പറയാറുണ്ട്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്, എന്താണ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം നമ്മളോട് എല്ലാവരും പറയാറുണ്ട് അല്ലെ, മുതിർന്ന ആൾക്കാർ പറഞ്ഞു തരാറുണ്ട് അല്ലെ. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എങ്ങനെയുള്ള എന്തായിരിക്കണം എംപ്ലോയർ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ റിജക്ട് ഈ ജോബിൽ ഇപ്പൊ നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിലൂടെ ലഭിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ജോബ് സീക്കേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, helps a candidate to accept or reject the job, help job seekers to increase contact. Next one is the disadvantages of the interview. First one is that expensive. Expensive. The biggest advantages of an interview is that it is expensive in the terms of money and time. എന്താണ് കുറെ അധികം ആളുകൾ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈം അത്രയും പോകുന്നുണ്ട്. അതുപോലെ തന്നെ മണി കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു കമ്പനിയിൽ ജോബ് വേക്കൻസി വരുമ്പോ എന്താണ് അവർക്ക് ആഡ് ചെയ്യണം, ആഡിന് 7 പൈസ പോകും. അതുപോലെ ഇന്റർവ്യൂ നടത്താനുള്ള എംപ്ലോയറെ സെലക്ട് ചെയ്യണം, അവർക്ക് സാലറി നമ്മൾ കൊടുക്കണം. അങ്ങനെ പല രീതിയിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ടൈം വളരെ പോകുന്നുണ്ട്. വളരെ ചിലപ്പോൾ 100 എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എക്സാം നടത്താം, റിട്ടൺ ടെസ്റ്റ് നടത്താം. അതുപോലെ അധികം ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് 2-3 ദിവസമൊക്കെ നമുക്ക് ഇന്റർവ്യൂ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇതാണ് ടൈം പോകും, അതനുസരിച്ചുള്ള മണി നമ്മുടെ കയ്യിൽ നിന്ന് പോസ്റ്റ് ഭാഗത്തുണ്ട്. അതാണ് എക്സ്പെൻസീവ് പറയുന്നത്. ഇനി എന്താണ് സബ്ജക്റ്റീവ്? Sometimes there are chances of a person biases in case of a personal interview. This problem also may take place if the investigators are doing partially at the time to limit the possible answers to the candidate. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ചില വ്യക്തികൾക്ക്, ചില കാൻഡിഡേറ്റ്സിന് എംപ്ലോയേഴ്സ് പ്രയോറിറ്റി കൊടുക്കും. അതായത് ഇപ്പോ എംപ്ലോയേഴ്സിന് അറിയാവുന്ന ആളുകള്, റിലേറ്റീവ്സ് വരാം, കസിൻസ് വരാം, അല്ലെങ്കിൽ വീടിന്റെ നൈബേഴ്സ്, വീടിന്റെ അടുത്തുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാന്ന് ഓഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ് അവർക്ക് ചിലപ്പോ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാം. അവർക്കൊരു പ്രയോറിറ്റി എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. അതാണ് സബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് അതിലൂടെ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റാണല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജോലി ലഭിക്കുന്നുണ്ട് അല്ലെ. PSCയില് അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയിലൊക്കെ പല ആളുകളും കയറുന്നുണ്ട്. അവർക്കൊക്കെ എന്താണ് ഇപ്പൊ ടീച്ചേഴ്സിന്റെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ പൈസ കൊടുത്ത് 60 ലക്ഷം 55 ലക്ഷമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ 95 ലക്ഷമൊക്കെ കൊടുത്ത് കയറാനായിട്ടുള്ള ആളുകളും ഇപ്പോഴുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനുള്ള ഇതാണ് അല്ലെ. പൈസ ഇല്ലാത്തവർ എന്താണ്, പൈസ ഇല്ലാത്തവരുടെ അധോഗതിയാണെന്ന് പറയാൻ പറ്റുമല്ലോ ഇല്ലേ. പൈസ ഇല്ലാത്തവർ എപ്പോഴും കുഴിയിൽ തന്നെയാണ്, പൈസ ഉള്ളവർക്കാണ് വിജയം നേടുന്നത് അല്ലെ. ആണോ? ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരു എന്താ പറയാ, 98 അല്ലെങ്കിൽ ഒരു 90% അങ്ങനെയാണ് മാനേജ്മെന്റ് കോട്ടയിൽ. ചിലപ്പോ അവർക്ക് സബ്ജക്റ്റ് ഒന്നും എടുക്കാൻ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോ എന്താ എക്സാംസ് പാസ് ആയിട്ടുണ്ടാവില്ല, കേട്ടിട്ട് വേണം, സ്വിറ്റ് വേണം. പക്ഷെ എന്താണ് കേട്ടിട്ടില്ലാത്തവർക്ക് ഇപ്പൊ ടീച്ചേഴ്സിന്റെ ജോലി കിട്ടുന്നുണ്ട്, പൈസ കൊടുത്തിട്ട് അവര് കയറുന്നുണ്ട്. പക്ഷെ നിയമമൊക്കെ മാറി കേട്ടിട്ട് വേണം എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണ് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പൊ എംപ്ലോയർക്ക് അറിയാവുന്ന കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയോറിറ്റി കൊടുക്കുന്നതാണ് സബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സബ്ജക്റ്റ് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ്. അതർ disadvantages is that sometimes an interview ends unfortunately in a manner in which the questions are asked by the interviewer, his way of interaction, voice recording, and the same time of by the respondents' wrong perception, defective memories, lack of expressions, etc. ഇപ്പോ ചില ഇന്റർവ്യൂസിൽ എംപ്ലോയേഴ്സ് ചോദിക്കാറുണ്ടല്ലേ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കാൻഡിഡേറ്റ്സിന് ചിലപ്പോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവനെ എഫക്ട് ചെയ്യുന്ന എന്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അവന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെ ഡിഫക്റ്റീവ് മെമ്മറീസ് അല്ലെങ്കിൽ അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്താണ് കാൻഡിഡേറ്റ് ചിലപ്പോ എന്താണ് ഡള്ളായി പോയി എന്ന് വരാം അല്ലെ, അല്ലെങ്കിൽ അവൻ അത്ര നേരം ഇൻട്രസ്റ്റോട് കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം അത്ര നേരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തെങ്കിലും ഇവന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പെട്ടെന്ന് അവൻ ഡള്ളായി പോവാം ഇല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ, ഇതൊക്കെ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ അവന് ചിലപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ അവൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു എന്താണ് ചിലപ്പോ ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോ അച്ഛനമ്മമാര് മരിച്ചിട്ടുണ്ടെങ്കിലോ അവരെ പറ്റി ചിലപ്പോ നമ്മള് സംസാരിക്കാല്ലേ, ഒരു കാഷ്വൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമെങ്കിൽ ചിലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഡള്ളായി പോകാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എക്സ്പെൻസീവ് ഉണ്ട്, സബ്ജക്റ്റീവ് ഉണ്ട്, സബ്ജക്റ്റ് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ്. വായിച്ചു നോക്കി ഇത്ര വരെ ഓക്കെ ആണോ? വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? വായിച്ചോ ഇത്ര വരെ ഓക്കെ ആണല്ലോ അവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ?
ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആരും ഒന്നും കമന്റ് ഇടുന്നില്ല. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.